ഇന്ന് നമുക്ക് അനുലോമ വിലോമ ചെയ്യാം. അനുലോമ വിലോമ പ്രാണായാമം, അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറയാം. ഇത് ഹൃദയത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നു, ചിന്താശക്തി കൂട്ടുന്നു. മനസ്സ് നല്ല കോപിച്ചോ വിഷമിച്ചോ ഒക്കെ ഇരിക്കുമ്പോൾ ഇത് ചെയ്താൽ ശാന്തത കൈവരുന്നു. ശാന്തത വരുമ്പോഴാണല്ലോ ചിന്താശക്തി കൂട്ടുന്നത്. രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നു. ബ്ലഡിനെ നല്ലപോലെ ശുദ്ധീകരിക്കുന്നു. ഓക്സിജൻ കൊണ്ട് നല്ലപോലെ ഓക്സിജൻ വിനിമയം നല്ലതായിട്ട് ബ്ലഡിൻ്റെ ആ എക്സ്ചേഞ്ച്, ഓക്സിജനുമായിട്ടുള്ള എക്സ്ചേഞ്ചും വേസ്റ്റേജ് ഗ്യാസിൻ്റെ ലോസും വേസ്റ്റേജ് ഗ്യാസും കാർബൺ ഡൈ ഓക്സൈഡും പുറത്തോട്ടൊക്കെ നല്ലതായിട്ട് വിടുന്നു, ബോഡിയിൽ നിന്ന് പുറത്തു പോകുന്നു. അങ്ങനെയാണ് നമുക്ക് രോഗപ്രതിരോധ ശക്തി കൂടുന്നത്. ഇനി ഇത് ചെയ്യാനായിട്ട് നമ്മൾ വലത്ത് കൈ എടുക്കുക. അതുപോലെ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സുഖമായ ആസനത്തിലിരിക്കാം. നിങ്ങൾക്കത് അവിടെ ആ ആസനത്തിൽ നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടായിരിക്കണം. ഒന്നെങ്കിൽ വജ്രാസനത്തിലിരിക്കാം, സുഖാസനത്തിലിരിക്കാം, പത്മാസനത്തിലിരിക്കാം. അതൊന്നും അല്ലെങ്കിൽ പ്രായമായവർക്ക് ഒരു കസേരയിലിരുന്ന് ചെയ്യാം. ഇനി കൈ പിടിക്കുന്നത് വലത്ത് കൈ എടുത്ത് ഈ ചൂണ്ടുവിരലും മിഡിൽ ഫിംഗറും ഇങ്ങനെ മടക്കണം. ബാക്കി തമ്പും റിംഗ് ഫിംഗറും ലിറ്റിൽ ഫിംഗറും ഒന്നിച്ചിരിക്കണം, തമ്പ് വേറെ. എന്നിട്ട് വേണം മൂക്കിങ്ങനെ പിടിക്കാൻ, നോസേൽ ഇങ്ങനെ വെക്കാൻ. ഇങ്ങനെ വെച്ചാൽ നമ്മൾ ഈ നോസ് ശ്വാസം വിടുമ്പോഴും എടുക്കുമ്പോഴും എല്ലാം കയ്യിലോട്ട് നമ്മുടെ ശ്രദ്ധ പോകണ്ട. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് രണ്ടും മാറ്റുമ്പോൾ അതിൽ തുറക്കാം, ഇത് ഇങ്ങനെ അടയ്ക്കാം. അത് കഴിഞ്ഞ് വലത് നോസ്ട്രിൽ കൂടെ മാത്രം ഇടണേ തമ്പ് മാറ്റാം. ഇടത് നോസ്ട്രിൽ കൂടെ മാത്രം ഇടണമെങ്കിൽ റിംഗ് ഫിംഗർ ലിറ്റിൽ ഫിംഗർ ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റാം. നമ്മൾ കൈ എടുക്കുകയും അടയ്ക്കുകയും തുറക്കുകയും ഒക്കെ ചെയ്യുന്നത് ശ്രദ്ധിക്കണ്ട. നമുക്ക് ശ്വാസം എടുക്കുന്നതിലും വിടുന്നതിലും മാത്രം ശ്രദ്ധിക്കാം, അതിൻ്റെ ടൈമിങ്ങിലും. ഇനി 2 ഇടത് മൂക്കിൽ കൂടെ എപ്പോഴും അനുലോമ വിലോമ പ്രാണായാമം ആരംഭിക്കാവൂ. ഇടത് മൂക്കിൽ കൂടെ ശ്വാസം വിട്ട് വേണം അവസാനിപ്പിക്കാനും. ഇടത് മൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് ശ്വാസം 1 സെക്കൻഡ് കൊണ്ട് എടുത്ത് 4 സെക്കൻഡ് പിടിച്ചു വെച്ച് 2 സെക്കൻഡ് കൊണ്ട് വലത് നോസ്ട്രിൽ കൂടെ മാത്രം പുറത്തോട്ട് വിട്ട്, പിന്നെ വലത് നോസ്ട്രിൽ തുറന്നാണല്ലോ നമ്മൾ വിടുന്നത്, ആ തുറന്ന നോസ്ട്രിൽ കൂടെ 4 സെക്കൻഡ് നമ്മൾ എടുക്കുകയും വിടാതെയും ഇരുന്നിട്ട്, അതിന് ബാഹ്യകുംഭകം എന്നാണ് യോഗായി പറയുന്നത്. നമ്മൾ എടുക്കുന്നുമില്ല വിടുന്നുമില്ല, അങ്ങനെ ശ്വാസകോശത്തിന് നല്ല റെസ്റ്റ് കൊടുക്കുക. അല്ലാതെ ശ്വാസകോശത്തിന് നമ്മുടെ ജീവിതത്തിൽ റെസ്റ്റ് കൊടുക്കുന്നില്ല. നമ്മൾ എപ്പോഴും ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇങ്ങനെ യോഗ ചെയ്യുമ്പോൾ മാത്രമാണ് ശ്വാസകോശത്തിന് നമ്മൾ ഫ്യൂ സെക്കൻഡ്സ് റെസ്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ശ്വാസകോശം നല്ല ഹെൽത്തി ആകുന്നത്. ഇങ്ങനെ 4 സെക്കൻഡ് നമ്മൾ എടുക്കുകയും വിടുകയും ചെയ്യാതെ ഇരുന്നിട്ട് നമ്മൾ 1 സെക്കൻഡ് കൊണ്ട് വലത് മൂക്കിൽ കൂടെ മാത്രം, വലത് നോസ്ട്രിൽ കൂടെ മാത്രം ശ്വാസം എടുത്ത് 4 സെക്കൻഡ് പിടിച്ചു വെച്ച് ഇടത് നോസ്ട്രിൽ കൂടെ മാത്രം വിടുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് 4 സെക്കൻഡ് എടുക്കുകയും വിടാതെ ഇരുന്ന് കഴിയുമ്പം ഒരു അനുലോമ വിലോമ പ്രാണായാമം ആയി. കാണിക്കാം. ഇനിയും കാണിക്കാം. ഇപ്പോൾ കണ്ടല്ലോ, നമ്മൾ ശ്വാസം എടുക്കുന്നത് ആ ടൈമിങ്ങിൽ മാത്രം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇത് തുറക്കുമ്പോൾ ലെഫ്റ്റ് നോസിൽ തുറന്നു, ഇത് റിലീസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് നോസിൽ, ഇത് റിലീസ് ചെയ്യുമ്പോൾ റൈറ്റ് നോസിൽ തുറന്നു. അത് 3 വിരലും അടയ്ക്കുമ്പോൾ 3 ഫിംഗേഴ്സ് ഇങ്ങനെ ക്ലോസ് ചെയ്താൽ നോസ് കംപ്ലീറ്റ് ആയിട്ട് അടയ്ക്കുന്നു. പിന്നെ വയറ് ചൊക്കി, ശ്വസനക്രിയയിലെ പോലെ വയറ് ചൊക്കി വേണം ശ്വാസം ഇടാൻ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വേസ്റ്റ് ഗ്യാസസും ഫുൾ പുറത്തു പോകുന്നു. പിന്നെ നട്ടെല്ല് നിവർന്ന് വേണം ഇരിക്കാൻ. ഇപ്പം നമ്മുടെ നാഡീവ്യൂഹം മുഴുവൻ വളരെ ഉത്തേജിതമാകുകയാണ്. നർവ് സിസ്റ്റം വളരെ ആക്റ്റീവാകുന്നു ഇങ്ങനെ ചെയ്യുമ്പം.
നമ്മുടെ ഫുൾ ബോഡിയിലെ നെർവ് സിസ്റ്റം ആക്റ്റീവ് ആവും. യോഗയിൽ പറയുകയാണെങ്കിൽ ഇടത് നാഡിയും വലത് നാഡിയും ആക്റ്റീവ് ആകുന്നു. അപ്പോൾ നമ്മളിത് എപ്പോഴും ഓർക്കണം, ഇടത് നോസിലിൽ കൂടെ ശ്വാസം. ഇനി ടൈമിംഗ് ഒന്നുകൂടെ പറയാം. 1 സെക്കൻഡ് കൊണ്ട് ഇടത് നോസിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇടത് നോസിൽ തുറന്ന് ഇടത് നോസിലിൽ കൂടെ മാത്രം, മറ്റേത് വലത് നോസിൽ അടച്ചിരിക്കുക. ഇടത് നോസിലിൽ കൂടെ മാത്രം ശ്വാസം എടുക്കുന്നു, അടയ്ക്കുന്നു. 4 സെക്കൻഡ് ശ്വാസം പിടിച്ചു വെക്കുന്നു. വലത് നോസിൽ മാത്രം തുറന്ന് ശ്വാസം 2 സെക്കൻഡ് കൊണ്ട് വയറ് ചൊക്കി പുറത്തോട്ട് വിടുന്നു, വയറകത്തോട്ട് വലിച്ച് വിടുന്നു. അത് കഴിഞ്ഞ് 4 സെക്കൻഡ് ശ്വാസം എടുക്കുകയും വിടാതെയും ഇരിക്കുന്നു. അപ്പം ലങ്സിന് നല്ല റിലാക്സേഷനായി. അത് കഴിഞ്ഞ് 1 സെക്കൻഡ് കൊണ്ട് വലത് നോസിൽ കൂടെ മാത്രം ശ്വാസം എടുക്കുന്നു, ഫുൾ അടയ്ക്കുന്നു. 4 സെക്കൻഡ് നമ്മൾ പിടിച്ചു വെക്കുന്നു, ശ്വാസം പിടിച്ചു വെക്കുന്നു. അത് കഴിഞ്ഞ് ലെഫ്റ്റ് നോസിൽ മാത്രം തുറന്ന് 2 സെക്കൻഡിൽ ശ്വാസം പുറത്തേക്ക് വിടുന്നു. അത് കഴിഞ്ഞ് 4 സെക്കൻഡ് ശ്വാസം എടുക്കുകയും വിടാതെ ഇരിക്കുന്നു. ഇപ്പം ഒരു അനുലോമ വിലോമയായി. ഒന്നുകൂടെ ചെയ്യുന്നത് കാണിക്കാം. വിരൽ മടക്കുന്ന ഒന്നുകൂടെ കാണിക്കാം. 4 ഫിംഗർ ഇത് അടച്ചു, ഇത് രണ്ടും ചേർത്തു നോസിലോട്ട് വെക്കുന്നു, 2 നോസിലും അടയ്ക്കുന്നു. ശ്വാസം ദീർഘമായിട്ട് എടുക്കുന്നു, ഇടത് നോസിൽ കൂടെ മാത്രം. അനുലോമ വിലോമ കംപ്ലീറ്റായി. ഇടത് നോസിൽ കൂടെ എടുത്തു, വലത് നോസിൽ കൂടെ വിട്ടു. പിന്നെ ഈ മൈക്രോഫോൺ വളരെ പവർഫുള്ളാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ശ്വാസം എടുക്കുന്നതും വിടുന്നതും ചിലപ്പോൾ കേൾക്കാമായിരിക്കാം. പക്ഷേ ശ്വാസം എടുക്കുന്നതും വിടുന്നതും അത്ര ശക്തിയിൽ സ്വരം വരുന്ന പോലെ എടുക്കണ്ട, ദീർഘമായിട്ട് നമ്മൾ സാവധാനം എടുക്കുന്നു. ഇപ്പോൾ പുറത്തോട്ട് കേൾക്കുന്നില്ല, മൈക്രോഫോൺ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ പുറത്തേക്ക് കേട്ടിരിക്കും. അപ്പോൾ ശ്വാസത്തിൻ്റെ സ്വരം വേണ്ട. ആദ്യമേ നിങ്ങൾ വെറുതെ ഒന്ന് ശ്വാസം എടുത്തു വിടണം. വെറുതെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ വിട്ട് നട്ടെല്ല് നേരെയാക്കി ഇരുന്നതിന് ശേഷം വേണം കൈകൾ ആ പറഞ്ഞ പോലെ ഇങ്ങനെ വെച്ച് നോസിൽ വെച്ച് അനുലോമ വിലോമ ചെയ്യാൻ. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം അനുലോമ വിലോമ ചെയ്താൽ നമ്മളുടെ നെർവസ് സിസ്റ്റം വളരെ ആക്റ്റീവായി, വളരെ ഹെൽത്തി ആകുന്നു. നമ്മുടെ ഹാർട്ടിലെ ബ്ലഡ് സർക്കുലേഷൻ നല്ലതാകുന്നു, നമ്മുടെ റെസിസ്റ്റൻസ് പവർ കൂടുന്നു. ഓക്കെ.